ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ 2 ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് നാളെ തുടക്കം. കയറ്റുമതി കൂടി ലക്ഷ്യമിട്ടാകണം രാജ്യത്തെ കാർഷികോൽപാദനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാനെതിരെ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇസ്രായേലും. തിരിച്ചടി ശക്തമാക്കി ഇറാനും. ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. 2025 സിവിൽ സർവീസസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നുള്ള ശ്രുതിക്ക് 18ാം റാങ്ക്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലക്ഷദ്വീപിലെത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെയും മറ്റന്നാളും പശ്ചിമ ബംഗാൾ സന്ദർശിക്കും. വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഡാർജിലിംഗ് ഹിൽ ഫെസ്റ്റിവൽ നാളെ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഡാർജിലിംഗിലെ ലോക് ഭവനിൽ റൂട്ട് ആൻഡ് റിതംസ് എന്ന പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനവും ശ്രീമതി മുർമു നിർവഹിക്കും. ഖരഗ്പൂർ IITയിൽ വനിതാ നേതൃത്വത്തെയും ശാക്തീകരണത്തെയും കുറിച്ചുള്ള പ്ലാറ്റിനം ജൂബിലി ഫ്ലാഗ്ഷിപ്പ് പരിപാടിയും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ 9ാമത് അന്താരാഷ്ട്ര സന്താൾ സമ്മേളനത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെയും രാജ്യത്തിൻ്റെയും ദീർഘകാല വികസന യാത്രയുടെയും സുപ്രധാന ഘടകമാണ് കാർഷിക മേഖലയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൃഷിയും ഗ്രാമീണ പരിവർത്തനവും എന്ന വിഷയത്തിൽ നടന്ന 3ാമത്തെ ബജറ്റ് വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, മിനിമം താങ്ങുവില പരിഷ്കാരങ്ങൾ തുടങ്ങിയ നിരവധി പരിപാടികൾ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിലെ ആവശ്യകത കണക്കിലെടുത്തുള്ള കയറ്റുമതി കൂടി ലക്ഷ്യമിട്ടാകണം രാജ്യത്തെ കാർഷികോൽപാദനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേൽ US സഖ്യവും തമ്മിലുള്ള സംഘർഷവും 7ാം ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത വ്യോമാക്രമണം തുടരുമ്പോൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാനും തിരിച്ചടി ശക്തമാക്കി. ഇതുവരെ ഇറാനിൽ 1200ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ. കീഴടങ്ങണമെന്ന US ആവശ്യം തള്ളിയ ഇറാൻ യുദ്ധത്തിനായി തയ്യാറാണെന്നും വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. ലബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഹിസ്ബുള്ളയുടെ ബെയ്റൂത്തിലെ ആസ്ഥാനം തകർത്തു. ഹിസ്ബുള്ള കമാൻഡർ സെയ്ദ് അലി ജുമയെ വധിച്ചതായി ഇസ്രായേൽ വ്യക്തമാക്കി. ബെയ്റൂത്തിന്റെ പ്രാന്തപ്രദേശമായ ദഹിയയിൽ 120ലധികം പേർ കൊല്ലപ്പെടുകയും 10,000 പലായനം ചെയ്യുകയും ചെയ്തതായി ലബനനും അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ ഖത്തറിലെ ദോഹ അൽ ഉദൈദ് വ്യോമത്താവളത്തിനും ബഹ്റൈനിലെ മനാമയ്ക്ക് നേരെയും ഉണ്ടായ ഇറാൻ ആക്രമണത്തെ പ്രതിരോധിച്ചതായി ഇരു രാജ്യങ്ങളും അറിയിച്ചു. ഇറാൻ ഡ്രോണുകൾ അയച്ചതായി ആരോപിച്ച് അസർബൈജാൻ വ്യോമപാത താൽക്കാലികമായി അടച്ചു. എന്നാൽ ഇറാൻ ഈ ആരോപണം നിഷേധിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഖത്തറിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ പാടില്ലെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ സൗദി അറേബ്യ വഴിയുള്ള കരമാർഗം ഉപയോഗിക്കാമെന്നും എംബസി അറിയിച്ചു. ദേശീയ സേവനത്തിൽ സജീവമായി പങ്കെടുക്കാനും രാഷ്ട്രനിർമ്മാണത്തിൽ സംഭാവന നൽകാനും നാഗാലാൻഡിലെ യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാഗാലാൻഡ് സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഗാലാൻഡ്, മിസോറാം, ത്രിപുര എന്നീ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി നാളെ മിസോറാമിലേക്ക് പോകും. ലോകം അനിശ്ചിതത്വം നേരിടുന്ന കാലഘട്ടത്തിൽ അതിജീവിക്കാനുള്ള ഏക മാർഗം സ്വാശ്രയത്വമാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് കൊൽക്കത്തയിൽ നടന്ന പ്രതിരോധ സമുദ്ര സംവാദമായ സാഗർ സങ്കൽപ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. मैरीटाइम डोमेन में गतिविधियां लगातार तेजी से बढ़ रही हैं। पहले समुद्र को केवल ट्रेड का माध्यम माना जाता था, लेकिन आज हम स्पष्ट रूप से देख रहे हैं कि समुद्र स्ट्रेटेजिक डोमिनेंस का भी केंद्र बनता जा रहा है. दुनिया बदल रही है और पुराने नोशंस टूट रहे हैं और यह बात हम पिछले कई वर्षों से लगातार देख रहे हैं. ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുമെന്നും എറണാകുളം ഗോശ്രീ പാലത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ യുവ വോട്ടർമാരുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് അദ്ദേഹം ഇന്നലെ കേരളത്തിലെത്തിയത്. തെരഞ്ഞെടുപ്പിൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി കന്നി വോട്ടർമാർക്ക് അദ്ദേഹം വോട്ടർ ID കൈമാറുകയും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. വിവിധ കോളേജുകളിൽ നിന്നായി 300ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു.
2025 സിവിൽ സർവീസസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. രാജസ്ഥാൻ സ്വദേശി അനൂജ് അഗ്നിഹോത്രിക്കാണ് 1ാം റാങ്ക്. തമിഴ്നാട് സ്വദേശി രാജേശ്വരി സുവേക്കാണ് 2ാം റാങ്ക്. കേരളത്തിൽ നിന്നും ആർ ശ്രുതി 18ാം റാങ്കും JS ശ്രീജ 57ാം റാങ്കും B ഗോപിക 105ാം റാങ്കും സ്വന്തമാക്കി. കാഴ്ചപരിമിതിയുള്ള കോഴിക്കോട് സ്വദേശി അജയ് ആർ രാജ് 109ാം റാങ്ക് നേടി. ആകെ 958 പേരാണ് റാങ്ക് പട്ടികയിൽ ഇടം നേടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആഗോള നിലവാരത്തിലേക്ക് മാറ്റാനും കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാനും വേണ്ട പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ നടന്ന വൈസ് ചാൻസലർമാരുടെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർവകലാശാലകളിലെ പാഠ്യപദ്ധതികൾ നവീകരിക്കാനും നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ഊർജിതമാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. CISF ഇല്ലാതെ ഇന്ത്യയുടെ വ്യാവസായിക വികസനം അസാധ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒഡീഷയിലെ മുണ്ടുലിയിൽ CISFന്റെ 57ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. नई मुंबई हवाई अड्डा, लैंगपुई हवाई अड्डा, जवाहरपुर ताप विद्युत परियोजना, ये सभी नए स्थान हैं जो विगत 1 साल में CISF को सुरक्षा के लिए सुपुर्द किए गए हैं. अब पोर्ट सिक्योरिटी संभालने के बाद इस देश की बहुत बड़ी समुद्र सीमा में आए हुए हमारे आर्थिक समृद्धि के कारण ऐसे हमारी बंदरगाहों की सुरक्षा भी यहाँ पर आ जाएगी. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന ഓടെക് ഡീസലൈനേഷൻ പ്ലാന്റും പ്രവർത്തനക്ഷമമായ നിയോട്ട് പ്ലാന്റും അദ്ദേഹം സന്ദർശിക്കും. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന റെയ്സീന ഡയലോഗിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇന്ത്യ പോളണ്ട് ഡയലോഗ് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരം, നിക്ഷേപം തുടങ്ങി പ്രതിരോധം, സുരക്ഷ വരെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള 2024-2028 കർമ്മ പദ്ധതി സജീവമായി മുന്നോട്ടു പോകുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ക്രൊയേഷ്യൻ അംബാസഡറുമായും ശ്രീ സിബി ജോർജ് കൂടിക്കാഴ്ച നടത്തി. ചണത്തിൽ നിന്ന് വസ്ത്രങ്ങൾ നിർമ്മിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് കൊൽക്കത്തയിൽ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചണ വ്യവസായത്തിന്റെ കേന്ദ്രമായി പശ്ചിമബംഗാളിനെ തിരഞ്ഞെടുത്തതായും കർഷകരുടെയും നെയ്ത്തുകാരുടെയും വരുമാനം വർദ്ധിപ്പിക്കാനായി പരിശീലന പരിപാടികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ EC-നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചു. ഈ മാസം 9-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. മാർച്ച് 16-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും അന്നേ ദിവസം തന്നെ ഉണ്ടാകും. കേരളത്തിലെ പാലക്കാടിനും തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കും ഇടയിൽ മെമു ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അംഗീകാരം നൽകി. മെമു സർവീസ് പൊതുജനങ്ങളുടെ സൗകര്യം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മെമു സർവീസിന് അംഗീകാരം നൽകിയതിന് അദ്ദേഹം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് നാളെ തുടക്കം. കയറ്റുമതി കൂടി ലക്ഷ്യമിട്ടാകണം രാജ്യത്തെ കാർഷികോൽപാദനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറാനെതിരെ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇസ്രായേലും തിരിച്ചടി ശക്തമാക്കി ഇറാനും. ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. 2025 സിവിൽ സർവീസസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നുള്ള ശ്രുതിക്ക് 18ാം റാങ്ക്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലക്ഷദ്വീപിലെത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.